Good afternoon, all. Good afternoon, ma'am. Okay, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പബ്ലിക് റിലേഷൻസില് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന് 7 ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പേര് മാത്രം വായിക്കാം, കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ 7 പോയിന്റ്സ് വരെ ലാസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. Indicators for evaluating public relation in the community. നമുക്ക് എന്തൊക്കെയാണ് ഒരു പബ്ലിക് റിലേഷൻസിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നാണ്. എന്തൊക്കെ കാര്യങ്ങൾ കൂടെ നമുക്ക് അതിനെ വിലയിരുത്താവുന്നത്, പബ്ലിക് റിലേഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ വിലയിരുത്തുന്നത് ഏതൊക്കെ തരത്തിലാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസുകൾ നടത്താറ്. സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് ഇപ്പൊ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന്നൊക്കെ സർവേകളൊക്കെ വരാറുണ്ട് ഇല്ലേ? സർവേ ചെയ്യാനൊക്കെ ഒരു ഫോം ഒക്കെ ആയിട്ട് വരും, അല്ലെങ്കിൽ ഫോം നമുക്ക് തരാറുണ്ട്. നമ്മൾ ആ ഫോം നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യനും വായിക്കും, അതിന് ഇതുപോലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലേ? ഗുഡ് ഓർ ബാഡ് അങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്യും, വായിച്ച് ടിക്ക് ചെയ്യാറുണ്ട് സർവേസുകൾ. അപ്പോ ഇവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള അവിടുത്തെ സേവനങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവേ നടത്തുന്നു. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് പബ്ലിക്കിന്റെ ഒരു ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് റിലേഷൻ കൂടുതലും മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. സെക്കൻഡ് വൺ, ജനറൽ ഒപ്പീനിയൻ പോൾ. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായ വോട്ടെടുപ്പ്, മീൻസ് പൊതുവായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പോലെയൊക്കെ നടത്താം. ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ സ്റ്റാർ പോയിന്റ് ഒക്കെ അടയാളപ്പെടുത്തില്ലേ? ഇപ്പോ നമ്മൾ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഓൺലൈനൊക്കെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിലേ അതിന്റെ ഒരു സ്റ്റാർ ഒക്കെ ഇട്ടിട്ട് നമ്മള് ഇപ്പോ സാറ്റിസ്ഫൈഡ്, ഗുഡ് ഓർ ബാഡ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറില്ലേ? ഉണ്ടോ? ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്, അതിൽ റിവ്യൂ ഒക്കെ ഇടാറുണ്ട് അല്ലെ? റേറ്റിംഗ് അല്ലെങ്കിൽ റിവ്യൂ ഒക്കെ ഇടും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനെ സംബന്ധിച്ചിട്ടുള്ളത് ഉണ്ടാകും. അപ്പൊ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ലിസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തൊക്കെ കൊടുക്കുക. നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ്ഡ്, എത്രത്തോളം കംപ്ലൈന്റ്സ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യും അല്ലെ? അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോ ഒരു ഹോസ്പിറ്റലിലായിക്കോട്ടെ കൂടുതൽ കംപ്ലൈന്റ്സ് വരികയാണ്. ഇപ്പൊ കംപ്ലൈന്റ് ബോക്സും അതുപോലെ തന്നെ സജഷൻ ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലുകളിലെ. അപ്പോ ഈ കംപ്ലൈന്റ് ബോക്സിൽ ഡെയിലി ഇങ്ങനെ ഭയങ്കര കുറെ കംപ്ലൈന്റ്സ് വരികയാണ് അല്ലെങ്കിൽ കംപ്ലൈന്റ് ബോക്സ് ഡെയിലി ഇങ്ങനെ കംപ്ലൈന്റ്സ് കൊണ്ട് നിറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? കംപ്ലൈന്റ്സ് കൂടുതലാണെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? കംപ്ലൈന്റ്സ് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സർവീസ് ബാഡ് ആണോ അല്ലെങ്കിൽ ഗുഡ് ആയിരിക്കോ? കംപ്ലൈന്റ്സിന്റെ എണ്ണം കൂടുമ്പോ ഹോസ്പിറ്റലിൽ മാത്രമല്ല ഏതൊരു സ്ഥാപനത്തിലായാലും ഇതുപോലെ കംപ്ലൈന്റ്സിന്റെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ സർവീസ് മോശമാണെന്നാണ് അല്ലേ? അപ്പോ നമ്പർ ഓഫ് കംപ്ലൈന്റ്, എത്ര കംപ്ലൈന്റ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അതൊക്കെ നമുക്ക് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then extent of voluntary effort by the community. സമൂഹത്തില് അല്ലാതെയുള്ള ശ്രമങ്ങൾ, മീൻസ് പബ്ലിക് റിലേഷനെ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ ക്യാമ്പുകളും മറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഹോസ്പിറ്റല്, സൗജന്യ നേത്ര ക്യാമ്പ്, അങ്ങനെയുള്ള ക്യാമ്പുകളും മറ്റും കൊണ്ടുവരാം. ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്, ജീവനക്കാരുടെ എണ്ണം. ഇപ്പൊ ഒരു കമ്പനിയിൽ ഇപ്പൊ വർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ, അപ്പൊ ആ കമ്പനിയിൽ ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം കമ്പനിയിലെ സ്റ്റാഫുകൾ ഓരോന്നായിട്ട് പോവുകയാണ്, ലീവ് ചെയ്ത് പോവുകയാണ്. അതിന്റെ അർത്ഥം എന്താ? കമ്പനി നല്ലതാണെന്നാണോ? കമ്പനിയുടെ സർവീസ് മോശമായിരിക്കും, അതുകൊണ്ടാണല്ലോ സ്റ്റാഫുകൾ അവിടെ നിന്ന് പിന്മാറുന്നത്. സോ ഇവിടെ ടേൺ ഓവർ ഹെൽത്ത് സ്റ്റാഫിന്റെ പിന്മാറ്റം മീൻസ് അവർ പോകുന്നത്, അതും എന്താണ്? ഒരു പബ്ലിക് റിലേഷന്റെ കുറവ് മൂലമാണ്. Consistency of attendance of the patient in clinics and health centers. ഇപ്പൊ ക്ലിനിക്കുകളിലും അതുപോലെ തന്നെ ഹെൽത്ത് സെന്റേഴ്സുകളിലുമുള്ള രോഗികളുടെ ഹാജർ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി,
നമ്മൾ ആ ഡോക്ടറിനെ നമ്മൾ പോയി കണ്ടു. അപ്പൊ നമ്മൾ ഭയങ്കര കംഫർട്ടാണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഡോക്ടറിന്റെ ചികിത്സയിലായാലും മറ്റ് ഹോസ്പിറ്റലുകളിലെ നഴ്സുമാരുടെ സർവീസസോ മറ്റ് എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വീണ്ടും നമ്മൾ ആ സെയിം ഡോക്ടറെയും സെയിം ഹോസ്പിറ്റലിലേക്കല്ലേ പോകുള്ളൂ, ആണോ? അങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങള് ഇപ്പൊ കുട്ടികളെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഡോക്ടറെയായിരിക്കും കാണിക്കുന്നത്, അല്ലെ? ആള് നമ്മൾ എന്ത് അസുഖം വന്നാലും ആളുടെ അടുത്ത് പോകാറുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോ വേറൊരു ഹോസ്പിറ്റൽ മാറ്റി പിടിച്ച് നോക്കിയാലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾക്ക് അവിടുന്ന് അതിനുള്ളൊരു നല്ലൊരു ഗുഡ് സർവീസും സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മള് വീണ്ടും അവിടേക്ക് തന്നെ പോകുന്നത്, അല്ലെ? അപ്പോ സർവീസ് ഗുഡ് ആയതുകൊണ്ടാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കൺസിസ്റ്റൻസി. അതായത് ഹെൽത്ത് സെന്റേഴ്സിലെ ഹാജർ മീൻസ് സ്ഥിരമായിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം, ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ ഡൊണേഷൻസ്, ഇപ്പൊ ഹോസ്പിറ്റലുകൾക്ക് മറ്റു ഡൊണേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ദെൻ ഇൻപേഷ്യന്റ് ഹൂ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ, ഈ ലാമ പേഷ്യൻസ് ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ട് നമ്മള് ലാമ, ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. അത്തരത്തിലുള്ള പേഷ്യൻസ് എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ helps to identify ways of improving medical care and ultimately translate into better and happier patient. അതായത് ഇപ്പോ മെഡിക്കൽ കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളത് കൂടുതൽ പുതിയ പുതിയ സർവീസുകൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ മെഡിക്കൽ കെയറുകൾ ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യന്റിനെ കുറച്ചും കൂടി ഹാപ്പിയർ ആക്കാൻ സാധിക്കുമെന്ന്. ഹാപ്പിയർ ആക്കാന്ന് വെച്ചാൽ എന്താണ്, വീണ്ടും ഇപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരാൻ നമുക്ക് തോന്നും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും ആ സെയിം ഹോസ്പിറ്റൽ തന്നെ ചൂസ് ചെയ്തത്. സോ പേഷ്യന്റ് എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ കെയറിൽ എന്താണോ ഇംപ്രൂവ് ചെയ്യേണ്ടത് ആ മാർഗങ്ങളെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് എന്താകും, കുറച്ചും കൂടി ഹാപ്പിയർ ആയിട്ട് മാറും. Then patient satisfaction surveys can be conducted by an outdoor survey agency or done as in-house survey. നമുക്കിത് ഒരു ഔട്ട്ഡോർ സർവേ ഏജൻസി വഴിയും നമുക്ക് സർവീസ് നടത്താം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കിടക്കുമ്പോൾ തന്നെ ചിലപ്പോ ഒരു പേഷ്യന്റ് അവരൊരു മീൻസ് ഒരു കോളം മീൻസ് ഒരു ഫോം കൊണ്ട് തരാറുണ്ട്, അല്ലേ? എല്ലാവർക്കും മീൻസ് എപ്പോഴും തരില്ല, അങ്ങനെ അവരുടെ ഒരു സർവേ നടത്താൻ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇപ്പോ ഓരോ ക്വസ്റ്റ്യൻസ് പോലെ തന്നിട്ടുണ്ടാവും. ആ ഓരോ ക്വസ്റ്റ്യൻസിലും ഓപ്ഷൻസ് പോലെ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തോന്നുന്ന ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ ടിക്ക് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുമ്പോൾ തന്നെ ചിലപ്പോൾ അവർ കൊണ്ടുതരും, അല്ലെ? ഈ സർവേ നമ്മളോട് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് അതൊന്ന് ടിക്ക് ചെയ്തിട്ട് തരാൻ പറയും. അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴായാലും നമുക്ക് ഇങ്ങനെ ഒരു സർവേ ഒക്കെ ചെയ്യാറുണ്ട്. എപ്പോഴും ചെയ്യില്ല, അത് ഇടയ്ക്കൊന്ന് അവര് ഇവരുടെ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് വരുത്താനുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സർവേസും കാര്യങ്ങളും സംഘടിപ്പിക്കുന്നത്. Then a survey questionnaire with the option is provided to the patient. അതിനൊരു മോഡലാണ് താഴെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ? ഓരോ ക്വസ്റ്റ്യൻസും ഉണ്ട്, ആ ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ സർവീസ് എങ്ങനെയാണ്, അപ്പൊ ഗുഡ് അല്ലെങ്കിൽ എക്സലന്റ് ഉണ്ടാവാം, എന്താണ് സാറ്റിസ്ഫൈഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ വെരി പുവർ ഉണ്ടാവാം. അങ്ങനെ ഒരു 4 ഓപ്ഷൻ ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഏതാണോ വായിച്ചു നോക്കിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ളത് അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ പറയുന്നത്. ക്ലിയർ ആയോ? സർവേ ചെയ്യുന്നത് നമ്മൾ നോർമലി സർവേ ഒക്കെ ചെയ്യാറില്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ സർവേ ഒക്കെ എടുക്കാനൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെ? നമ്മുടെ ചുറ്റുപാട്ടത്തുള്ള വീടുകളൊക്കെ പോയിട്ട് സർവേ ഒക്കെ എടുക്കാൻ, ചിലപ്പോ എന്താ പറയാ പരിസര ശുചീകരണത്തിന്റെയും മറ്റും അല്ലെ സ്രോതസ്സുകളുടെയും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയ ക്ലാസ്സിലൊക്കെ അങ്ങനെ നമ്മൾ സർവേ ഒക്കെ എടുത്തിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ കുഞ്ഞി പഴയ ക്ലാസ്സുകളില്? അല്ലെ, നമ്മൾ വീടുകളിലൊക്കെ പോയിട്ട്. ഇന്ന് പക്ഷെ കുറച്ചും കൂടി ടെക്നിക്കൽ പരമായിട്ട് സർവേസ് ഒക്കെ നമുക്ക് ഫോണിലൊക്കെ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഇല്ലേ? ഫോണിൽ തന്നെ നമുക്ക് ലിങ്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് വഴിയിട്ട് സർവേയും കാര്യങ്ങളൊക്കെ നമുക്ക് ആരുടെയും വീടുകളിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ? ഇന്നിപ്പോ അങ്ങനെയുള്ളൊരു എന്താ പറയാ, നമുക്ക് ടെക്നോളജിയിൽ അങ്ങനെയൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നു. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്നായാലും സർവേ, ഇപ്പൊ ഹോസ്പിറ്റലിലെ സർവേ ആയാലും ചിലപ്പോ ലിങ്ക് ഇട്ട് തരികയാണെങ്കിൽ നമ്മളുടെ ഫോണിലേക്ക് അവർ അയച്ചു തരും. നമുക്കത് സർവേ നോക്കിയിട്ട് അത്
സർവേ ചെയ്തിട്ട് ആ സർവേ നമുക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. ഇന്നിപ്പോ അങ്ങനെയുള്ള തരത്തിലുള്ള സർവേകളൊക്കെയാണ് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. അത്രയും ഭാഗം ഒന്ന് വായിക്കാം. അപ്പൊ നമ്മൾ എടുത്ത് അത്രയും ഒന്ന് വായിക്കാം. ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങി 2 ബോക്സും പറഞ്ഞു. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഇത് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഫസ്റ്റത്തെ ഇൻഡിക്കേറ്റേഴ്സ് പോയിന്റ് ആണ്. ബാക്കി 2 ബോക്സും കൂടി നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? വായിച്ചോ? നെക്സ്റ്റ് നോക്കാം, കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമർ കംപ്ലൈൻസിനെ കുറിച്ച് ചെറിയൊരു കോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? വായിക്കാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അതില്? ഓക്കെ, നോക്കാം. It is in the complaint customer remember but the outcome. കോട്ട് എഴുതിയതാണ് ഐസഡർ ഷാർപ്പ് ആണ് കോട്ട് എഴുതിയത്. കോട്ടിൽ പറയുന്നത് എന്താണ്? It is in the complaint customer remembers but the outcome. കസ്റ്റമർ, ഉപഭോക്താവ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ കസ്റ്റമർ ആരാണ്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാ? ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ്? നമ്മള് കസ്റ്റമർ എന്ന് പറയുന്നത് ആരെയാണ്? എപ്പോഴും പറയാറില്ലേ, പേഷ്യന്റ് ആണ് നമ്മുടെ കസ്റ്റമർ അല്ലെ. അപ്പോ പേഷ്യന്റ് ഓർക്കുന്നത് എന്താണ്? പരാതിയല്ല, കംപ്ലൈന്റ് അല്ല, മറിച്ച് അതിന്റെ ഫലമാണെന്ന്. പേഷ്യൻസ് എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് ആണ് അവർ കാത്തിരിക്കുന്നത് അല്ലെ. പേഷ്യൻസ് ഓർത്തിരിക്കുന്നത് കംപ്ലൈന്റ്സ് അല്ല, അതിന്റെ ഫലമാണ്, ഔട്ട്കം ആണ്. ഇതാണ് ജസ്റ്റ് ഒരു കോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഐസഡർ ഷാർപ്പ് ആണ് കോട്ട് എഴുതിയിരിക്കുന്ന വ്യക്തി. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ട് ആ കോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണ്ട, എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. കസ്റ്റമർ റിമെമ്പർ ചെയ്യുന്നത് കംപ്ലൈന്റ് അല്ല, മറിച്ച് ഔട്ട്കം ആണ്. ഐസഡർ ഷാർപ്പ്. നെക്സ്റ്റ് നോക്കാം, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്. Less the number of complaints received, better is the public relation. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു കംപ്ലൈന്റ്സുകള് ഒരുപാട് കംപ്ലൈന്റ് ബോക്സ് നിറയുകയാണ് ദിവസം തോറും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ബാഡ് സർവീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ്ഡ് ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. കംപ്ലൈന്റുകൾ കുറവാണെങ്കിൽ, കംപ്ലൈന്റ്സിന്റെ നമ്പർ കുറവാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടുത്തെ പബ്ലിക് റിലേഷൻസ് ബെറ്റർ ആണെന്ന് അല്ലെ, നല്ല രീതിയിലാണെന്ന്. കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല, എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. കംപ്ലൈന്റ്സ് ഒന്നും കുറവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സർവീസ് ഉണ്ട് അവിടെ. Then general opinion poll mostly pertains to a single question, situation or problem or problem that needs an answer. ഒരു സിംഗിൾ ആയിട്ടുള്ള, മോസ്റ്റ്ലി പെർട്ടൈൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിംഗിൾ ക്വസ്റ്റ്യന് നമുക്ക് ഒരു ജനറൽ ഒപ്പീനിയൻ, പൊതുവായിട്ടുള്ള ഒരു വോട്ടെടുപ്പിലൂടെ അതിന് ഉത്തരം കണ്ടെത്തുകയാണ്. ഇപ്പോ പബ്ലിക് റിലേഷനുമായിട്ടും എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാരണം ക്വസ്റ്റ്യൻ പോലെ എടുത്തിട്ടിട്ട് അതിന് നമ്മൾ ജനറൽ ആയിട്ട് തന്നെ അതിനൊരു എന്താ പറയാ, ഒരു അഭിപ്രായ വോട്ടെടുപ്പ്, ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നു. അപ്പൊ അതിൽ നിന്നും
ടോട്ടലൈസ് ചെയ്തിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യാമെന്നുള്ളത് വീണ്ടും തിരിച്ച് കാണിക്കുകയാണ്. മീൻസ് അതിനുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കും. അതിനുള്ള ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അതിനുള്ളൊരു മീൻസ് മറുപടി ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. Then വോളണ്ടിയേഴ്സ്. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ വോളണ്ടിയേഴ്സ് എന്നൊരു ടേം കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താ വോളണ്ടിയേഴ്സ് എന്ന് വെച്ചാല് നമ്മൾ എന്ത് പ്രോഗ്രാമിലും കുറച്ച് വോളണ്ടിയർമാരുണ്ടാവും ഇല്ലേ? ഒരു ബാഡ്ജ് ഒക്കെ ഇട്ട് കമ്മിറ്റിക്കാരെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അല്ലെ, വോളണ്ടിയേഴ്സ് ഉണ്ടാകും. കേട്ടിട്ടുണ്ടോ വോളണ്ടിയേഴ്സ്? യെസ്. ഒരു ലീഡർഷിപ്പ്, ഒരു നേതൃത്വം വഹിക്കുന്നവര് അല്ലെ. ദെൻ അവരെന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? നേതൃത്വം വഹിക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ വേറെ എന്തൊക്കെ അവർ എക്സ്ട്രാ എന്തെങ്കിലും ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഓക്കെ, നോക്കാം. അപ്പോ വോളണ്ടറി കോർപ്സ്, വോളണ്ടിയേഴ്സ് ആർ പബ്ലിക് സ്പിരിറ്റഡ് സർവീസ് മൈൻഡഡ് പീപ്പിൾ പ്രൊവൈഡിങ് എക്സ്ട്രാ സർവീസസ്. അപ്പോ അവരൊരു എന്താ പറയാ, പബ്ലിക് സ്പിരിറ്റഡ് ആയിട്ടുള്ളൊരു സർവീസ് ചെയ്യുന്ന, അതായത് വോളണ്ടിയർമാർ ഒരു പൊതുബോധമുള്ളവരും അവര് പബ്ലിക്കിനോട് കുറച്ചും കൂടി ഒരു അടുപ്പമുള്ള പേഴ്സൺസ് ആയിരിക്കുന്നത്. അവരോടൊരു സർവീസ്, സേവന മനോഭാവം ഉള്ളൊരു പേഴ്സൺസ് ആയിരിക്കും ഒരു വോളണ്ടിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ they help patients host things in patient care areas. അവര് അതുപോലെ തന്നെ പേഷ്യൻസിനെ, നമുക്ക് ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലിലെ വോളണ്ടിയേഴ്സ് ആണ്. അപ്പോ പേഷ്യൻസിനെ അവര് വോളണ്ടിയേഴ്സ് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഹോസ്റ്റ് തിങ്സ് മീൻസ് ആതിഥേയര് അല്ലെ, അതായത് ഇപ്പൊ പേഷ്യൻസിന്റെ വിസിറ്റേഴ്സും മറ്റും ആ ഒരു ഏരിയയിലും അവരെന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് ചോദിക്കാം. അപ്പൊ വോളണ്ടിയേഴ്സ് എപ്പോഴും അവർ എന്ത് ഹെൽപ്പ് ചെയ്യാനും സന്നദ്ധരായിരിക്കും. Then more volunteerism in a hospital better the public relation. അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെ കുറെ വോളണ്ടിയർമാരൊക്കെ ഉണ്ട്. ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ വോളണ്ടിയർമാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷന് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ ഇവിടെ കയ്യിൽ നിന്ന് കിട്ടുകയാണ്. നമുക്ക് ആവശ്യമുള്ള സേവനങ്ങളൊക്കെ ഈ വോളണ്ടിയർമാർ ചെയ്തു തരികയാണെങ്കിൽ അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കുറച്ചും കൂടി ബെറ്റർ പബ്ലിക് റിലേഷൻ ആയിരിക്കും നമുക്ക് ഉളവാക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണെന്ന് ക്ലിയർ ആയോ? വോളണ്ടിയേഴ്സ് അതായത് നമ്മളോട് പേഷ്യൻസിനോട് കുറച്ച് സന്നദ്ധ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള വോളണ്ടിയേഴ്സ് അധികം ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. അടുത്ത പേജ് ഒന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം ഒന്ന് നോട്ട്ബുക്ക് ഒന്ന് എടുത്ത് വെച്ചേക്കോട്ടെ. നോട്ട്ബുക്ക് ഒന്ന് എടുത്ത് വെക്കാം. വായിക്കണേ, എല്ലാ പോയിന്റ്സും വായിക്കാം. വായിച്ചിട്ട് നിങ്ങൾ അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. വായിക്കാൻ പറയുമ്പോ ജസ്റ്റ് വായിച്ചു പോവുകയല്ല, ഓരോ പോയിന്റും വായിച്ചിട്ട് അതിന്റെ മീനിങ് നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലൊന്ന് വായിക്കുക, റീഡ് ചെയ്യത്.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. ദെൻ നിങ്ങൾക്ക് ആ കോഡ്സ് ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിട്ട്. കോഡ്സ് ജസ്റ്റ് വായിക്കണോ? വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അത് ക്ലിയർ ആണോ? ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ടാണെന്നും പറയുന്നുണ്ടല്ലേ? ഓക്കെ, ക്ലിയർ അല്ല. ഓക്കെ, ഇത് ജസ്റ്റ് വായിക്കാം. നിങ്ങൾ ആ കോഡ്സ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ, നോട്ട്ബുക്കിൽ എഴുതിയെടുത്തോളൂ. എക്സാമിന് ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് നെയിം ക്ലിയർ അല്ല, എഴുതിയേക്കുന്നത് ക്ലിയർ ആണോ? ഇറ്റ് ഈസ് ഇൻ ദി കംപ്ലൈന്റ്. പേര് മാത്രം കമന്റ് ചെയ്ത് തന്നാൽ മതിയോ? കോഡ്സ് എഴുതിയ ആളുടെ പേര് മാത്രം മതിയോ? അപ്പോ നെയിം ആണ് ക്ലിയർ അല്ലാത്തത്. ഓക്കെ ഓക്കെ, അപ്പൊ നെയിം ഒന്ന് എഴുതിയിട്ടോളൂ. ഫുള്ളും പറയണം. ഓക്കെ, അയച്ചോളൂട്ടോ നിങ്ങള്. കോഡ്സ് പറയാം. കോഡ്സ് ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം. ഇന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ടാ? കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പെല്ലിങ്ങും ആളുടെ പേരും ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഐസഡോ ഷാർപ്പാണ്. ഓക്കെ, എഴുതിയെടുത്തോളൂ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന്. ഐസഡോ ഷാർപ്പാണ്. മിസ്റ്റേക്ക് ഉണ്ടോ? ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് എന്താന്നാണ്, അത് കറക്റ്റ് ആക്കണം കേട്ടോ. ഇറ്റ് ഈസ് എന്താന്നാണേ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല. അത് ഇറ്റ് ഈസ് എന്താന്നാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല കേട്ടോ. എന്താണോ കംപ്ലൈന്റ് അല്ല, ഔട്ട്കം ആണ് കുറച്ച് നമ്മള് കസ്റ്റമർ ഓർത്തിരിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സ്റ്റാഫ് ടേൺ ഓവർ നോക്കാം. ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. Minimal turnover of staff is an indication of good public relation of the organization. നമ്മൾ പറഞ്ഞു സ്റ്റാഫുകൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെ? അതായത് എന്താണ്,
ജോലിക്ക് സ്റ്റാഫുകളുടെ എണ്ണം കുറയുന്നത് അല്ലെ, എംപ്ലോയി പോകുന്നത് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ നല്ല ജോലി നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവിടുത്തെ എന്തെങ്കിലും പോരായ്മ കൊണ്ടായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ സർവീസ് മോശമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സാലറി പ്രോബ്ലംസ് ഉണ്ടാകാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം സ്റ്റാഫുകള് പിരിഞ്ഞു പോകുന്നത്. അപ്പോ നമുക്കിവിടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫ് ആണല്ലോ പറയുന്നത്. അപ്പോ ഇത് പറയുന്നത് മിനിമം ടേൺ ഓവർ എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്റ്റാഫുകൾ പോകുന്ന ഒരവസ്ഥയിലായിട്ടായി എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഇപ്പൊ ഒരു സ്റ്റാഫുകൾ ഇപ്പൊ പിരിഞ്ഞു പോയി, പകരം ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ വേറൊരാളെ കയറ്റും അല്ലെ. ഒരാൾ ഒരു സ്റ്റാഫ് പോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റാഫ് കയറുമല്ലോ, അതിനെയാണ് ഈ ടേൺ ഓവർ എന്ന് വിളിക്കുന്നത്. അപ്പോ മിനിമം ടേൺ ഓവർ ഇപ്പൊ എങ്ങനെ എംപ്ലോയി സ്റ്റാഫുകൾ പോകുന്നത് കുറവാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? നല്ലൊരു ഗുഡ് പബ്ലിക് റിലേഷൻ അവിടെ കീപ്പ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ പോയിന്റ്സിലും പറയുന്ന സെയിം തന്നെ. ലെസ് ആണെങ്കിലോ കംപ്ലൈൻസ് ലെസ് ആണെങ്കിലും മിനിമം ടേൺ ഓവർ ഒക്കെ കുറവാണെങ്കിലും എന്താണ് അതിന്റെ അർത്ഥം? നല്ല രീതിയിൽ പബ്ലിക് റിലേഷൻ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അതിനെയാണ് ഈ സ്റ്റാഫ് ടേൺ ഓവർ എന്ന് വിളിക്കുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് ചെറിയൊരു നോട്ട്സ് പോലെ എഴുതണമെങ്കിൽ എഴുതാം. എഴുതിയെടുക്കണോ? എന്താണ് സ്റ്റാഫ് ടേൺ ഓവർ എന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. ഈ സ്റ്റാഫ് ടേൺ ഓവർ എന്താണെന്ന് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് എഴുതിയെടുത്തോളൂ. എഴുതിക്കോളൂ. എംപ്ലോയി ടേൺ ഓവർ, എംപ്ലോയി ടേൺ ഓവർ employee turnover is the rate employee turnover is the rate at which employee turnover is the rate at which employees leave employee turnover is the rate at which employees leave and are replaced by new ones in a given period. Repeat ചെയ്യണോ? കംപ്ലീറ്റ് ചെയ്തോ? ഒന്ന് വായിക്കാം. ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലും തിരുത്തിക്കോളൂ. Employee turnover is the rate at which employees leave and are replaced by new one in a given period. Okay. അപ്പോ പറഞ്ഞത് എന്താണ്? എംപ്ലോയി ടേൺ ഓവർ കുറവാണെങ്കിൽ അതിനർത്ഥം അവിടെ നല്ലൊരു ഗുഡ് പബ്ലിക്കേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ്. Then consistency in attendance by patient. നോക്കാം. Higher patient turn up when patients are reminded of their appointment as text message. Heading എന്താണെന്നോ? Consistency in attendance by patients. പേഷ്യൻസിന്റെ അറ്റൻഡൻസ് ഒക്കെ കൂടുതൽ കിട്ടാനും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് വെൻ പേഷ്യന്റ് ആർ റിമൈൻഡഡ് of their appointment as text message, email or over the phone. ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലിലൂടെയോ ഫോണിലൂടെയോ മറ്റും രോഗികളെ നമ്മൾ അവരുടെ അപ്പോയിന്റ്മെന്റ്സിന്റെ വിശദ വിവരങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടി രോഗികളുമായിട്ടുള്ള ഒരു പബ്ലിക് റിലേഷൻ കൂടുതലും ഒന്ന് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു അല്ലെ. നമ്മളെ വിളിച്ച് ഓർമ്മപ്പെടുത്തണമെങ്കിൽ നമുക്കൊരു സന്തോഷമാകും അല്ലെ. അപ്പൊ ഹോസ്പിറ്റലുകാർക്ക് അങ്ങനെ നമ്മളോട് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. ചെറിയൊരു പബ്ലിക് റിലേഷൻ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ അതിനിടയിൽ. അപ്പൊ എന്താണ്, നമുക്ക് അതുപോലെ ടെക്സ്റ്റ് മെസ്സേജുകളോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ ഇന്ന ദിവസം അപ്പോയിന്റ്മെന്റ് ഉണ്ട് കേട്ടോ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓർമ്മിപ്പിക്കുന്നത്? അവർക്ക് പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Then better the relation or contact with the patient,
more consistent will be the patient's attendance. അതുപോലെ തന്നെ പേഷ്യൻസ് ആയിട്ട് കൂടുതൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷനും അതുപോലെ തന്നെ നല്ലൊരു കോണ്ടാക്ടും പേഷ്യൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി പേഷ്യൻസിന്റെ അറ്റൻഡൻസ് കൂട്ടാൻ സാധിക്കും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു ഹോസ്പിറ്റലില് നമ്മൾ റിസപ്ഷനിലൊക്കെ ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പൊ അവരെങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുന്നത്? റിസപ്ഷനിലൊക്കെ ഒരു സ്റ്റാഫ് പെരുമാറുന്നത് എങ്ങനെയാണ്? വളരെ ചിരിച്ച് വളരെ നല്ലൊരു പ്ലസന്റ് മൈൻഡോട് കൂടിയിട്ടല്ലേ സംസാരിക്കുന്നത്? ആണോ? അല്ലെങ്കിൽ ഏതെങ്കിലും റിസപ്ഷനിൽ പോയി ചോദിച്ചപ്പോ ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടോ നിങ്ങളോട്? അല്ലെ? എപ്പോഴും നല്ലൊരു പ്ലസന്റ് മൈൻഡോട് കൂടിയിട്ട് ഒരു ഞങ്ങൾ എന്തും ചെയ്യാൻ സന്നദ്ധരാണ് എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടായിരിക്കും അവര് സംസാരിക്കുന്നത്. ചിലപ്പോ നമ്മൾ ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട് ഹോസ്പിറ്റലിലൊക്കെ, ഇന്ന ഡോക്ടർ ഇന്ന് അവൈലബിൾ ആണോ വിളിക്കാറുണ്ട് ഇല്ലേ? വിളിച്ചു ചോദിക്കാറുണ്ടോ? ഇപ്പോ നമ്മൾ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാം അല്ലെ? ഫോണിലൂടെ ഒക്കെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്? നല്ല രീതിയിലാണോ ബിഹേവ് ചെയ്യുന്നത്? ആണോ? നിങ്ങൾ അഭിപ്രായം പറയൂ. നിങ്ങൾ വിളിച്ചിട്ടില്ലേ അല്ലേ? നല്ല രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. സോ ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പേഷ്യന്റ് പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നതാണ് അല്ലോ. ദെൻ സ്റ്റാഫ് ടേൺ ഓവർ, ദെൻ കൺസിസ്റ്റൻസി അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്. ഇത് രണ്ട് ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. സ്റ്റാഫ് ടേൺ ഓവർ എന്താണ്? സ്റ്റാഫ് ടേൺ ഓവർ എന്നാണ് നമ്മൾ ചെറിയൊരു നോട്ടിൽ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത്. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് വായിക്കുമ്പോ ഇതിന്റെ ഒപ്പം ഒന്ന് നമ്മുടെ നോട്ടും കൂടി ഒന്ന് വായിച്ചേക്കൂ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട, നോട്ട് വെറുതെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ കൺസിസ്റ്റൻസി അറ്റൻഡൻസിന്റെ കാര്യങ്ങളും ഒന്ന് വായിക്കാം. നമ്മളിപ്പോ ഫോൺ കോൾ വിളിച്ചിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. വായിച്ചു നോക്കാം. വായിക്കുന്നതിന്റെ ഒപ്പം അത് മനസ്സിലാക്കി പോണം കേട്ടോ. ജസ്റ്റ് വായിക്കാൻ വേണ്ടി മാത്രം ആകരുതേ, മനസ്സിലാക്കി പോണം. രണ്ട് ബോക്സ് വായിച്ചു നോക്കാം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഡൊണേഷൻസ്. Hospital primary mission is to treat and rehabilitate ill patient. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് പേഷ്യൻസിനെ ചികിത്സിക്കുക, അല്ലെങ്കിൽ എന്താണ് റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യന്റ്, രോഗാവസ്ഥയിലായിട്ടുള്ള പേഷ്യൻസിനെ പുനരധിവസിപ്പിക്കുക, വീണ്ടും അവർക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ നൽകുക എന്നുള്ളതാണ്. Sometimes both the hospital and the patient might fail to meet up with the charges needed for this. ചില സമയത്ത് ഈ നമുക്കിപ്പോ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റുമായിട്ട് ഹോസ്പിറ്റലും അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്നും ചാർജ് ഒക്കെ ഈടാക്കാറുണ്ട്. Then donation and charitable contribution from the public come in the handy in such vital situations.
ചില സമയങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവനയും അതുപോലുള്ള ജീവകാരുണ്യ ചാരിറ്റബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ അനിവാര്യമാണെന്ന് അല്ലെ. ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ചികിത്സാ സഹായത്തിനൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഡൊണേഷനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡൊണേഷൻ സ്വീകരിക്കുന്നത്. നെക്സ്റ്റ് വൺ ലാമ. ലാമ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ ലാമ പേഷ്യൻസ് പഠിച്ചതായിട്ട്? എന്താ ലാമ പേഷ്യൻസ്? എവിടെയോ എടുത്തിട്ട് കേട്ട പോലെ തോന്നുന്നുണ്ട് അല്ലെ. എവിടെയെങ്കിലും നമ്മള് കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ ഏതെങ്കിലും ചാപ്റ്ററില്? ലിവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സുറുമി സത്യാവസ്ഥ പറഞ്ഞിട്ടോ. സുറുമി എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലെ. എവിടെയോ വായിച്ച പോലെ തോന്നുന്നുണ്ട് ടീച്ചറെ എന്നാണ് മനസ്സിലോർത്തത് അല്ലെ. ഡിസ്ചാർജിൽ പഠിച്ചിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും ഓർമ്മ വന്നല്ലോ. ഓക്കെ, കുഴപ്പമില്ല, എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർത്തല്ലോ, അത് മതി. അപ്പോ ലാമ എന്ന് പറഞ്ഞാല് ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. നമ്മൾ പറഞ്ഞു മെഡിക്കൽ അഡ്വൈസിന് അല്ലെങ്കിൽ ഡോക്ടറിന്റെ അഡ്വൈസിന് വിരുദ്ധമായിട്ട് ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ലാമ പേഷ്യൻസ് എന്ന് വിളിക്കുന്നത്. നോക്കാം. When an inpatient expresses the desire to live against advice of the physician, then AMA procedure is explained and the patient or responsible party signs in the AMA form, thus accepting responsibility for their decision, and it becomes a part of medical records. അല്ലെ, നമുക്കറിയാം ലാമ പേഷ്യന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഫിസിഷ്യന്റെയോ ഡോക്ടേഴ്സിന്റെ ഒക്കെ അഡ്വൈസിന് എതിരായിട്ട് അഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന പേഷ്യൻസ് ആണ്. അങ്ങനെ പോകുന്ന പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു ഒരു AMA ഫോം ഒക്കെ സൈൻ ചെയ്യാനുണ്ട്. AMA പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് AMA ഫോമിൽ പറഞ്ഞിട്ടുള്ളത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഓർമ്മയുണ്ടോ? AMAയുടെ ഒരു ഫോം ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫോമില് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഓർമ്മയുണ്ടോ? പേഷ്യന്റ് കൺസെന്റ് ആണ്. ഓക്കെ, അതില് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? AMAയില് മെയിൻ ആയിട്ടൊരു കാര്യം മാത്രം അതിൽ പറയുന്നുള്ളൂ. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ സ്വന്തം റിസ്കിൽ പോവുകയാണ് അല്ലെ. അപ്പോ എന്താണ്, ഇപ്പൊ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നമ്മള് ഹോസ്പിറ്റലോ ഇതിന് എനിക്ക് എന്തെങ്കിലും തുടർന്ന് സംഭവിക്കുകയാണെങ്കിൽ യാതൊരു ഉത്തരവാദിയല്ല. എന്റെ സ്വന്തം റിസ്കിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നത് എന്നതാണ് ഒരു AMA ഫോമിൽ എഴുതുന്നത്. ദെൻ ഈ ഒരു AMA ഫോമും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഒപ്പം ഈ AMA ഫോമും കൂടി വെക്കണം. ദെൻ more ലാമ patient roles in the hospital public relation. ലാമ പേഷ്യൻസ് കൂടുതലാണെങ്കിൽ പബ്ലിക് റിലേഷൻ അവിടുത്തെ മോശമാണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കുറെ പോയിന്റ് ആയില്ലേ സെയിം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്തിപ്പോ ലാമ പേഷ്യൻസ് കൂടുതലാണെങ്കിൽ എന്താണ്, അത് പബ്ലിക് റിലേഷൻ ഭയങ്കര മോശമാണെന്ന്. ഇപ്പൊ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലോ നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് അല്ല. ഇപ്പൊ നമ്മൾ കുറെ സെയിം അത് തന്നെയല്ലേ ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ലാമ പേഷ്യൻസ് ഡൊണേഷനും ലാമ പേഷ്യൻസും വായിച്ചു നോക്കാം. ഓരോന്നും ഞാൻ പറഞ്ഞതിന് ശേഷം വായിപ്പിക്കുന്നത് അതൊന്നും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാമ ടാമ സെയിം ആണെന്ന് വെച്ചാൽ മീനിങ് ഒക്കെ സെയിം തന്നെയാണ്. ലാമ എന്ന് പറഞ്ഞാൽ ലിവ് ചെയ്ത് പോവുക, ഡി എന്ന് പറയുമ്പോൾ അത് ഡിസ്ചാർജ് എന്ന് പറയുന്നതുള്ള കേട്ടോ. സംഭവം ഒക്കെ സെയിം തന്നെയാണ്. മെഡിക്കൽ അഡ്വൈസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നതിന്റെയാണ്. അപ്പൊ അത് ലാമ എന്ന് പറയുമ്പോൾ ലിവ് ചെയ്ത് പോവുക എന്നുള്ളൊരു മീനിങ്. ഡി എന്ന് പറയുമ്പോൾ ഡാമ എന്ന് പറയുമ്പോൾ അത് ഡിസ്ചാർജ് ആയി. രണ്ടും മീനിങ് സെയിം ആണ്.
പക്ഷെ ഇതുപോലെ ഡാമ ലാമ എന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ തന്നെ വേണം നമ്മൾ എക്സ്പാൻഷൻ ഫോം എഴുതുമ്പോൾ എഴുതാനായിട്ട്. കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാലോ, ലാമ എന്ന് പറയുമ്പോൾ ലിവ് അഗെയിൻസ്റ്റ് ആണ്, ഡി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ്, ബാക്കിയെല്ലാം സെയിം തന്നെ. ലാമ വേണമെങ്കിൽ ചെറിയൊരു നോട്ട് പോലെ എഴുതിയെടുത്തോളൂ കേട്ടോ. നിങ്ങൾ ലാമ എന്ന് എഴുതിക്കോളൂ, ലാമ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി ഇത്രയും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നമ്മളുടെ നോട്ട് എടുത്തൊന്ന് അപ്പൊ തന്നെ ഒന്ന് വായിക്കാം. ഓക്കെ, ലാമ എന്ന് എഴുതിക്കോളൂ. എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ടോളൂ ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, പറഞ്ഞോട്ടെ, നോക്കാം. A patient who lives the hospital against the doctor's advice. Patient who leaves the hospital against the doctor's advice. Okay. ലാമ ക്ലിയർ ആയല്ലോ. ഡാമ എന്ന് പറഞ്ഞാല് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതുപോലെ തന്നെ AMA എന്നും പറഞ്ഞിട്ടുണ്ട്, അതും ചോദിക്കാറുണ്ട് എക്സാമിന്. AMA എന്താണ്? അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, വേണമെങ്കിൽ അത് മൂന്നും നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ നോട്ട്ബുക്കിൽ. എന്നിട്ട് ചെറിയൊരു ബോക്സ് പോലെയൊക്കെ എഴുതിയിട്ടാൽ നല്ലതായിരിക്കും കേട്ടോ, മാറിപ്പോകാതിരിക്കാനേ. ലാമ എഴുതിയിട്ട് ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡാമ DAMA ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതുപോലെ AMA അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മൂന്നെണ്ണം തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു ലാമയിൽ തന്നെ മൂന്നെണ്ണം ആയിട്ടുണ്ട് കേട്ടോ. എഴുതിയിട്ടോളൂ, ലാമ, ഡാമ, AMA. അല്ലെങ്കിൽ പെട്ടെന്ന് AMA ഒക്കെ കാണുമ്പോഴേ വേറെ എന്തെങ്കിലും ഒക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെ. ചിലപ്പോ പെട്ടെന്ന് നമുക്കത് മീൻസ് ലാമ, ഡാമ, AMA എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ആണോ, സെപ്പറേറ്റഡ് ആണോ എന്ന് ചിന്തിക്കാം. AMA അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. അതാണ് ഞാൻ ഒരുമിച്ച് എഴുതാൻ പറഞ്ഞത്. മൂന്നും എഴുതുന്നുണ്ടോ? ഓക്കെ, എഴുതിയിട്ടോളൂ, നല്ലതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കുമ്പോ അതുമായിട്ട് കണക്റ്റഡ് ആണല്ലോ ലാമ, ഡാമ, AMA മൂന്നെണ്ണം. എന്തായാലും ഷുവർ ആയിട്ട് ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിന്ന് ലാമയോ അല്ലെങ്കിൽ ഡാമയോ ചോദിക്കാം, അല്ലെങ്കിൽ AMA ചോദിക്കാം കേട്ടോ. കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നോ ക്വസ്റ്റ്യൻ അങ്ങനെ ലാമ, ഡാമ ഏതെങ്കിലും വന്നിരുന്നോ? ഇമ്പോർട്ടന്റ് ആണത്, ഈ ലാമ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ലാമ, AMA ഒക്കെ അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ലാമ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ ചോദിച്ചത്. എപ്പോഴും ചോദിക്കാറുണ്ട് അത്. ലാമ അല്ലെങ്കിൽ AMA ആയിരിക്കാം, ലാമ ആയിരിക്കാൻ ചോദിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ചെറിയൊരു ബോക്സും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നമുക്ക് വായിച്ചേക്കാം. ലെറ്റർ ടു ദ എഡിറ്റർ.
നോക്കാം. ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ എഡിറ്ററിനൊക്കെ ലെറ്റർ എഴുതില്ലേ, അത്. All newspapers have a page where letters from the readers are published. എല്ലാ പത്രങ്ങൾക്കും വായനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വായനക്കാരിൽ നിന്നുള്ള ഒരു കത്തുകളൊക്കെ ഉണ്ടാകും അല്ലെ. ന്യൂസ് പേപ്പറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കത്തുകളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്സ്, എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എപ്പോഴും കത്തുകളൊക്കെ പത്രത്തിൽ ഉണ്ടാവാറുണ്ട്. പത്രം വായിക്കാറുണ്ടോ ആരെങ്കിലും? ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ രാവിലെ? ഇതൊരു നല്ല ശീലമാണ്. ശീലമില്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില്. ഇല്ല അല്ലെ, നമുക്ക് ടൈം കിട്ടാറില്ലല്ലോ. അതല്ലേ റീസൺ അതാണോ? ഓക്കെ, അപ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് പത്രമൊക്കെ എടുത്തൊന്ന് വായിക്കുക വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അല്ല, ചിലപ്പോഴൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ അതിലിങ്ങനെ ഇതുപോലെ നമ്മൾ വായനക്കാർക്ക് വേണ്ടിയിട്ട് വായനക്കാരുടെ കത്തുകൾ എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. കത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണാറുണ്ടെന്ന്. അതുപോലത്തെ ഒരു പേജ് ഉണ്ട്, വായനക്കാരുടെ കത്തുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പേജ് നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഓൾറെഡി ഉണ്ട്. Then if there is something in a news that you want to respond to or let the public know of some medical situation like arising epidemics, you can write the letter to the editor and make it published. ഇപ്പോ ഇൻ കേസ് ഇപ്പൊ എന്തെങ്കിലും പകർച്ചവ്യാധി പോലുള്ള അസുഖങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഒരു ഏരിയയിൽ ഇങ്ങനെ ഭയങ്കര എല്ലാവർക്കും പകർച്ചവ്യാധി പോലെ അസുഖം ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രതികരിക്കാനോ അല്ലെങ്കിൽ പൊതുജനങ്ങളെയൊക്കെ അറിയിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു വാർത്തയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റർക്ക് ഒരു കത്ത് എഴുതിയിട്ട് അത് നമുക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാമെന്ന് അല്ലെ. ഇപ്പൊ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഒരിടക്ക് ഇതുപോലെ തന്നെ എന്താ എക്സാമ്പിൾ പറയണെങ്കിലേ, ഇപ്പൊ ഒരു കുറച്ച് നാൾക്കൊക്കെ മുന്നേ ഇതുപോലെ പക്ഷിപ്പനി അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നില്ലേ, ഓർമ്മയുണ്ടോ? പക്ഷിപ്പനി അങ്ങനെ ഒരുപാട് ജീവികൾ ഒരുമിച്ച് ചത്തൊടുങ്ങുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വന്നപ്പോ അതൊക്കെ ഇതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഏരിയയില ഇത്ര ജീവികൾക്ക് അല്ലെങ്കിൽ പക്ഷിപ്പനിയും മറ്റുമൊക്കെ വന്നപ്പോഴേ അങ്ങനെ നമുക്കൊരു പ്രദേശത്തിനെ മൊത്തത്തില് ബാധിക്കുന്ന തരത്തിലുള്ള ഇതുപോലെ തന്നെ വല്ല പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളോ ഒക്കെ പിടിപെടുമ്പോൾ അതൊക്കെ നമ്മുടെ ന്യൂസ് പേപ്പറിൽ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മള് മഴക്കാലമൊക്കെ ആകുമ്പോ ഈ ആഫ്രിക്കൻ ഒച്ചിന്റെയൊക്കെ ശല്യം ഉണ്ടാവാറുണ്ട്. അതിന്റെയൊക്കെ ഇതുപോലെ പത്രങ്ങളിൽ ഒരു പ്രദേശത്ത് മൊത്തം ഇത്തരത്തിലുള്ള അതിന്റെ ചെടികൾ നശിപ്പിക്കുന്നു, അങ്ങനെ കൃഷിക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്, കുളമ്പ് രോഗം അല്ലെ. അപ്പോ അങ്ങനെയുള്ള കുറെ ഇങ്ങനെ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ ഇങ്ങനെ നമുക്ക് പത്രത്തിൽ നമ്മളുടെ ഇതിന് പ്രസിദ്ധീകരിക്കാം എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞപ്പോ കുറച്ചും കൂടി ക്ലിയർ ആയെന്ന് തോന്നുന്നു, ആണോ? പത്രം വായിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ കുറച്ചും കൂടി എക്സാമ്പിൾ പറഞ്ഞപ്പോ മനസ്സിലായി കാണും അല്ലെ. അതായത് നമ്മള് ടോട്ടലി കണ്ടുവരുന്നിട്ടുള്ള അസുഖങ്ങളും പകർച്ച വ്യാധികളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ അതിൻ്റെതായിട്ടൊക്കെ നമ്മൾ എഴുതാറുണ്ട് ന്യൂസ് പേപ്പറിൽ. ഇതാണ് ഈ ലെറ്റർ ടു ദ എഡിറ്ററിൽ പറയുന്നത്. മനസ്സിലായി? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ക്വാളിറ്റി ആണ്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? ബോറിംഗ് ആയി തുടങ്ങിയോ? കണ്ടിന്യൂ ചെയ്യണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതി. ഇനി മതി? ഓക്കെ, ഇത്രയും പഠിച്ചത് മതി അല്ലേ? ചില ആൾക്കാർക്ക് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് കേട്ടോ, ആരും ഉറക്കമൊന്നും വേണ്ട. എന്ത് പറ്റി? ഇച്ചിരി ടഫാണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകളെ അപേക്ഷിച്ച് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള് കുറച്ച് ചാപ്റ്റേഴ്സ് കുറച്ച് വ്യത്യസ്തമാണ് അല്ലെ. നിങ്ങൾക്ക് എടുത്തപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ മറ്റേതിലെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളും വാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പഠിച്ചത്. ഡിസ്ചാർജ്, ഔട്ട് പേഷ്യന്റ് ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും കുറച്ച് ജനറിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾസിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതില് കൂടുതൽ എന്താ പറയാ എക്സ്പ്ലനേഷൻ കൊടുക്കാനോ അങ്ങനെ ഒന്നും സാധിക്കില്ല. എക്സാമിന്റെ പോയിന്റ് എന്താണോ അതിന്റെ മീനിങ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. അത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് വേറെ അതിന്റെ എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന രീതിയിൽ ചെറിയൊരു നോട്ട് പോലെ തരാം. നിങ്ങൾക്കത് നോട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനല്ല, അത് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് തന്നെ തോന്നിയോ ഈ മറ്റു ചാപ്റ്ററുകളിൽ നിന്ന് അപേക്ഷിച്ചിട്ട് ഈ ചാപ്റ്റർ നോക്കിയപ്പോ കുറച്ച് ബോറിംഗ് പോലെ തോന്നിക്കാണോ? തോന്നി അങ്ങനെ ബോറിംഗ് ആയിട്ട് ഇത്തിരി
ബോറിംഗ് അല്ല, കുറച്ച് ബുദ്ധിമുട്ട് പോലെ ആണോ? അങ്ങനെ ഫീൽ ചെയ്തോ? തോന്നി. എല്ലാം പാടായിട്ട് തോന്നി. ഇത് അത്ര പാടില്ല. പബ്ലിക് റിലേഷൻസിന്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്ന 4th മൊഡ്യൂൾസും കുറച്ച് ടഫ് ആണെന്നല്ല പറയുന്നത്. 3 and 4 എനിക്ക് ബോറിംഗ് ആണ്. ഓക്കെ, ബോറിംഗ് ആണെന്ന് നേരത്തെ തീരുമാനിച്ചല്ലേ? ഓക്കെ, ബോറിംഗ് എന്നല്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ 2 മൊഡ്യൂൾസിൽ വരുന്നത്. വലിയ അത്ര രസിച്ച് നമുക്ക് കേട്ടിരിക്കാൻ പറ്റിയ ക്ലാസ്സുകളൊന്നും അല്ല, എങ്കിലും നമുക്കത് പഠിക്കണം അല്ലെ? അപ്പൊ അത്യാവശ്യം വലിച്ചു നീട്ടാതെ നമുക്ക് ബോറടിപ്പിക്കാണ്ട് എടുക്കാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് ബോറിംഗ് വല്ലതും ഫീൽ ചെയ്തോ? ഉറക്കം വരും, ഉറക്കമൊക്കെ വരും, ശരിയാണ്. നമുക്ക് നല്ലൊരു ഉറക്കത്തിന്റെ ടൈമൊക്കെയാണ് അല്ലെ? ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ടൈമിംഗ് ഒക്കെയാണ്, ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. കേട്ടിരിക്കാൻ വലിയ രസമൊന്നുമില്ല, അപ്പൊ നല്ല രീതിയിൽ ഉറക്കം വരും. പക്ഷെ ഉറക്കം വന്നിട്ട് കാര്യമില്ല, നമുക്ക് പഠിക്കണം അല്ലെ? നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നിർത്തിയത്. കാരണം ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ എടുത്ത കാര്യങ്ങൾ അത്രയും നല്ല രീതിയിൽ പഠിക്കണം, കൂട്ടിവെക്കരുതും. ഇനിയുള്ള ചാപ്റ്റേഴ്സ് ലെങ്തി ചാപ്റ്റേഴ്സുകളാണ്. അതുകൊണ്ട് ലാസ്റ്റ് എക്സാമിന്റെ ടൈം ആവുമ്പോൾ പഠിക്കാന്ന് വിചാരിച്ചിരിക്കരുതും. എല്ലാം കൂടി നമുക്ക് ഭയങ്കര ലോഡായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ അനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി പുതിയ മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ, ഇപ്പൊ ഓരോ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ടല്ലോ, ഓരോ ടീച്ചേഴ്സിന്റെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ആ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് പഠിച്ചു പോവുക. ടെസ്റ്റും മറ്റും ബാക്കിയുള്ള ആ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് വെച്ചൊന്ന് മാക്സിമം പഠിച്ചു പോകാൻ ശ്രമിക്കാം അല്ലെ? ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, പഠിക്കണം. എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതനുസരിച്ചിട്ടൊന്ന് പഠിച്ചു പോകാം. ഓക്കെ, പഠിക്കില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ഹാർഡായിട്ട് തോന്നിയേക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ചാപ്റ്ററുകൾ ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. മറ്റു ചാപ്റ്ററുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിട്ടായാലും പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല, കുറച്ചും കൂടി ലെങ്തിയാണ്. അതനുസരിച്ചിട്ട് വേണം പഠിക്കാൻ കേട്ടോ. അതെപ്പോഴും ഓർത്തിരിക്കുക. ഇന്നിപ്പോ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങിയാണ് എടുത്തത്. ഇതിലും ഓരോ ബോക്സിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പേഷ്യന്റ് സർവേയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അതുപോലെ കസ്റ്റമറിന്റെ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ആ കോഡ്സ് പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഐസഡോ ഷാർപ്പിന്റെ ഒരു കോഡാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ എല്ലാത്തിലും സെയിം റിപ്പീറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ലെസ് നമ്പർ ഓഫ് കംപ്ലൈൻസുകൾ കുറവാണെങ്കിലും സ്റ്റാഫിന്റെ ടേൺ ഓവർ കുറവാണെങ്കിലും എല്ലാം നല്ലൊരു പബ്ലിക് റിലേഷൻ ആയിരിക്കും അവിടെ കീപ്പ് ചെയ്യുന്നത്. കൂടുതലാണെങ്കിലോ അത് മോശമായിട്ടുള്ള ഒരു പബ്ലിക് റിലേഷൻ ആണ്. സെയിം ഒറ്റ പോയിന്റ് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ലെസ് നമ്പർ ഓഫ് കംപ്ലൈന്റ്, അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, ലെസ് നമ്പർ ഓഫ് ടേൺ ഓവർ. ഇതെല്ലാം എന്താണ്, പബ്ലിക് റിലേഷൻ ബെറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കിയത് പഠിക്കാം. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇതിനകത്ത് നമ്മൾ വോളണ്ടറിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വോളണ്ടറിയൊക്കെ ഓർത്തിരിക്കുക. ദെൻ ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് പറഞ്ഞു. മെഡിക്കൽ മീൻസ് സ്റ്റാഫ് പോകുന്നൊരവസ്ഥ, നമ്മൾ പോകുന്ന കാരണങ്ങളൊക്കെ പറഞ്ഞു അല്ലെ, എന്തുകൊണ്ടാണ് അത് ലീവ് ചെയ്ത് പോകുന്നത്. ദെൻ നമ്മൾ അറ്റൻഡൻസിന്റെ കാര്യം പറഞ്ഞു. മെസ്സേജുകളും മറ്റും ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഫോൺ കോളൊക്കെ ചെയ്തിട്ട് നമ്മൾ പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു പേഷ്യന്റിന്റെ പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ നല്ലൊരു കോണ്ടാക്ട് ഒക്കെ അവർക്ക് വെക്കാവുന്ന. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലെ ഡൊണേഷൻസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ലാമ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ലാമ വരുന്നുണ്ട്, ഡാമ വരുന്നുണ്ട്, അതുപോലെ AMA. ലാമ എന്ന് പറഞ്ഞാൽ ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, മറ്റേത് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. ദെൻ AMA എന്ന് പറഞ്ഞാൽ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ദെൻ നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞത് ലെറ്റർ ടു ദ എഡിറ്റർ. നമ്മൾ ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വായനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പത്രപ്രസിദ്ധീകരണങ്ങൾ ചെയ്യാം. ക്ലിയർ ആയോ? ഇത്രയും പോർഷനാണ് നമ്മൾ എടുത്തത്. ഓക്കെ ആണോ എല്ലാവരും? പത്രത്തിലാണോ? ആരും ഓർമ്മണ്ട, നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇതുവരെ ഉള്ളത് ഇത്രയും പോർഷൻസ് നല്ല രീതിയിലൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ട്യൂസ്ഡേ ആണ് ക്ലാസ്. അപ്പോ അത്രയും ഒരു ഗ്യാപ്പ് ഉണ്ട്, മറന്നു പോകരുത്. ഒന്ന് ജസ്റ്റ് ഒരു വട്ടമെങ്കിലും എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you.